സംസ്ഥാനത്തുള്ള വനം വകുപ്പിന് നിയമമുണ്ടോ? എൻ്റെ ചോദ്യങ്ങൾ ഇതാണ്. ഞാൻ ചോദിച്ചു, എന്നെ തൂക്കിക്കൊല്ലാനൊന്നും നിയമമില്ല. അല്ല, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ മാറ്റി നിർത്തുന്നത്? എനിക്കറിയില്ല. രാജഗോപാലെ കഴുത്തി പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, ആ ഫോട്ടോ എടുത്ത് വെച്ചിട്ടാണ് ഇവർ നാട് മൊത്തം ക്ലാസ് എടുക്കുന്നത്. പാമ്പിനെ അങ്ങനെ പിടിക്കുന്നു, ഇങ്ങനെ പിടിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ ലോകത്തുള്ള സയൻറ്റിസ്റ്റുമാർ മൊത്തം ഇയാളെക്കാളും പൊട്ടന്മാരാണ്? പാമ്പിനെ മിൽക്കുന്നത്, പാമ്പിനെ പേരിട്ട് മണിക്കുട്ടി ഇഞ്ഞ് വാ, പാമ്പിന്റെ വനം കൊണ്ട് കുത്തി ക്ലാസ്സിൽ തന്നിട്ട് വന്നാണ് പാമ്പ്. എല്ലാവരും തലയിൽ പിടിച്ചല്ലേ വനം മിൽക്കുന്നത്. ബാബ സുരേഷ് കൊന്ന ഒരു പാമ്പെന്ന് പറഞ്ഞ ഒരു വീഡിയോയോ ഒരു ഫോട്ടോയോ ഒരു തെളിവോ ഇന്നലെ ഒരു വീട്ടിൽ പാമ്പിനെ പിടിക്കുമ്പോൾ മണ്ണെണ്ണ കുളിപ്പിച്ച് വെച്ചിരിക്കും. അപ്പോൾ പാമ്പിൻ്റെ ഭാഷയുണ്ട്, സംസ്കൃതമാണ്, പാമ്പുകൾക്ക് മാത്രമാണ് ജാതി ഇല്ലാത്തത്. ഇങ്ങനെ അടുത്തോട്ട് ചെല്ലുമ്പോൾ അതിൽ ഊതും. അപ്പോൾ ഞാൻ കൈ ഇങ്ങനെ ബാലൻസ് ചെയ്യുമ്പോൾ അത് പല ഇങ്ങനെയൊക്കെ പോകും. എന്നിട്ട് ഈ അവസാനം പറയും, പാമ്പ് എന്താണ് പറഞ്ഞതെന്നറിയാം, സംസ്കൃതമാണ് പറഞ്ഞതെന്ന് പറയും. ഇടുക്കി ജില്ലയിൽ ഒരു കാട്ടുപോത്തിനെ വെടിവെച്ച് ഒന്ന് തല എവിടെ കുഴിച്ചിട്ടിരിക്കുന്നുള്ള ഡീറ്റെയിൽസ് ഞാനിത് ഓപ്പണായിട്ട് നിന്നാണ് പറയുന്നത്. ഒരു റേഞ്ച് ഓഫീസർക്ക് DFOക്ക് വായിച്ചു കൊടുത്തു. ഇന്ന് വരെ ഇവന്മാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതുപോലെ 5 കേസിലെ പ്രതിയാണ് ഇന്ന് പാമ്പിനെ പിടിക്കുന്ന ഒരാൾ ട്രിവാൻഡ്രം ജില്ലയ്ക്കകത്ത്. അഴിമതിയുടെ കൂമ്പാരമാണ്. അവന്മാർ വെടിവെച്ച് പിടിക്കുന്ന ഒരു താനം പോലും ജീവിക്കുന്നില്ല. ശബരിമല ഡ്യൂട്ടി ചെയ്ത ബൈജു കോട്ടപ്പടന്ന പുള്ളി, ഞാനും കൂടെ നിൽക്കുന്ന DP ആയിരുന്നു പുള്ളി അപ്പോൾ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. തന്നിട്ടാണ് അവനെ ശബരിമലത്തേക്ക് ഇപ്പോൾ വാച്ചറായിട്ട് ജോലിക്ക് കയറ്റിയിരിക്കുന്നത്. ഈ പുള്ളിക്കാരൻ ബൈജു എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വിളിച്ച് പറയുമ്പോഴത്തേക്ക് ഞാനാണ് പുള്ളിയുടെ വീട്ടുകാര്യങ്ങൾക്ക് അത്യാവശ്യ കാര്യങ്ങൾ പൈസ അയച്ചു കൊടുക്കുന്നത്. ഞാനുമായിട്ട് ആരൊക്കെ കോൺടാക്റ്റ് ഉണ്ടോ അവരെയൊക്കെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ കർണാടകത്തിൽ പോയിട്ട് പറഞ്ഞാൽ ഞങ്ങൾ കൗമുദി പാമ്പിനെ പിടിക്കുന്ന വീഡിയോ കൊടുത്ത് പുള്ളി എടുത്ത് പാമ്പിനെ പിടിക്കണ്ട.